ബാൻഷാങ് എന്ന് പറയും ഇവിടുത്തെ റെയിൽവേ ക്രോസ് പറയുന്നത്. ഇതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്, മഞ്ഞ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ജർമ്മനിയിലെ വെതർ അലേർട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നെനിക്ക് ഡ്യൂട്ടി ഇല്ല. ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്ത കാരണം എന്താ വെച്ചാൽ ജർമ്മനിയിൽ വിൻ്റർ അതിശക്തമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ സ്നോയ്ക്കും വിൻഡിനൊക്കെ ഭയങ്കര അലേർട്ട് കൊടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും വീട്ടിലിരിക്കണമെന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതാ ഇപ്പോൾ ഇവിടെ സമയം രാവിലെ 7:35. ഞാനിപ്പോൾ എഴുന്നേറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പോൾ അതെ, പിന്നെന്താ, ഇവിടുത്തെ ബസ് കാര്യങ്ങളെല്ലാം ഇന്നും മൊത്തത്തിൽ ഓടുന്നൊന്നുമില്ല, എല്ലാം അടച്ചിട്ടേക്കാണ്. സ്കൂളുകൾക്ക് അവധിയാണ്. 1978-79 ജർമ്മനിയിൽ ഇതിനു മുമ്പ് വലിയൊരു ഇതുപോലെ സ്നോ കായോസ് ഉണ്ടായത്. ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതാണ്. 2-3 ദിവസത്തേക്ക് അതിശക്തമായ സ്നോഫോൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടുള്ള, പുറത്ത് എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോയി ഒന്ന് പുറത്തേക്ക് പോകണില്ല, ജസ്റ്റ് വിൻഡോ തുറന്നൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ പുറത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇത് കണ്ടത്. എങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥയെന്ന്. അത്യാവശ്യം വെളുപ്പിന് തന്നെ സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇനിയിപ്പോൾ ഒന്നുമില്ല, വീട്ടിലിരുന്ന് സമയമുള്ള TV കാണാം. എനിക്കൊന്ന് ജിമ്മിൽ പോകണമെന്നുണ്ട്, ഇന്ന് നടക്കുമെന്നറിയില്ല, നോക്കാം. നമുക്കിപ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് വരാം. ഓക്കെ. കാപ്പി ആയിട്ടുണ്ട്, അപ്പോൾ കാപ്പി കുടിക്കട്ടെ. ഇന്ന് സൺറൈസ് ഇവിടെ 8:38. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നായിരിക്കും. ഇപ്പോൾ മൊത്തം ഇരുട്ടാണ്, വെളിച്ചം വരുമോ നോക്കാം. This place in central midfield and win. Watch that game, the physicality of Simeone. That is absolutely stunning. You rarely see a football struck. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകാൻ റെഡി ആയിരിക്കുന്നു. ജിമ്മിൽ പോകുമ്പോൾ കൂട്ടത്തിൽ പുറത്തെ അവസ്ഥയും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചാണ്. ചുമ്മാ വീട്ടിലിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക്. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഇവിടെയാണ്, മുകളിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി ഫ്രണ്ട് ഡോർ എത്തിയിട്ടുണ്ട്. പുറത്തെ അവസ്ഥ അത്യാവശ്യം സീനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. സ്നോ സ്റ്റോം, അതെ ഗൈസ്, സീനാണ്. ഇപ്പം തന്നെ ഒരു 5-6 സെൻറ്റിമീറ്റർ സ്നോ വീണിട്ടുണ്ട്.
ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഇപ്പോൾ മഞ്ഞൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ മഞ്ഞൊക്കെ ക്ലിയർ ചെയ്തോളാം. അല്ലെങ്കിൽ അവിടെ വന്ന് ആരെങ്കിലും തലയടിച്ച് വീണാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്കാണ്. അതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും. തണുപ്പങ്ങനെ വലിയ കാര്യമായിട്ടില്ല കേട്ടോ. -5 മാർക്കാണ് കാണിച്ചിരിക്കണമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഗ്ലൗസ് ഒന്നും ഇടാണ്ട് കൈയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽപ്പുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നുമില്ല, അപ്പം ഞാൻ കൈ പിടിച്ച് തന്നെയാണ് ഇങ്ങനെ എടുക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? നല്ല കാറ്റുണ്ട് കേട്ടോ, ശക്തിയായിട്ടുള്ള. വെതർ പറഞ്ഞേക്കണ പോലെ തന്നെ അത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു സൗണ്ട്. ഇത്രയും സ്നോ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ പണ്ട് പയ്യണിലായിരുന്നപ്പോഴാണ്. അത് 2023 ഞാൻ 2023 ഇവിടെ വന്നത്. ആ സമയത്താണ് ഇത്ര സ്നോ അല്ല, ഇതിനൊരു സ്നോ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇന്ന് രാവിലെ ഒരു 9 മണി ആയിട്ടുള്ളൂ. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇതിനെ ബാഡാവാനാണ് ചാൻസ് കൂടുതൽ സാധ്യത. അപ്പോൾ അതെ, പോയി നോക്കാം. ഞാനിപ്പോൾ ജിമ്മിലേക്ക് ഉള്ള വഴിയിലാണ്. ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. ട്രെയിനൊന്നും ഓടാൻ വഴിയില്ല. ഇതൊക്കെ മൊത്തത്തിൽ മഞ്ഞാണ്, ഐസായിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഇതിടയിലൊക്കെ ഇതൊക്കെ കോരിക്കളഞ്ഞാലേ ഇനി പോകാൻ പറ്റുള്ളൂ. ഫ്ലാഗൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. വെർഡർ ബ്രമൻ ഒരു ട്രെയിൻ പോകുന്നാണ് ഇവിടുത്തെ ബാൻഷാങ് എന്ന് പറയും. ഇവിടുത്തെ റെയിൽവേ ക്രോസ് പറയുന്നത് ഒരു ട്രെയിൻ ഇപ്പോൾ വരുന്നതാണ്. കണ്ടില്ലേ? റെഡ് കത്തി. നോക്കാം നമുക്ക് വരുമോ ഇല്ലേന്ന്. പറഞ്ഞ പോലെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. വളരെ പതിയാണ്ട പോകുന്നത്. ട്രെയിനിലൊന്നും ആരും ഇല്ല. ഇന്നൊന്നും ആരും പണിക്കൊന്നും പോണില്ലെന്ന് തോന്നണ്ട. എല്ലാവരും ഹോം ഓഫീസാണെന്ന് തോന്നുന്നു. ഈ മഞ്ഞത്തും ജോഗിങ്ങിന് പോണ്. ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി. എന്നെ പോലെ തന്നെ ജിമ്മിൽ പോകുന്നില്ലേ ഗൈസ്? അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പോക്കറ്റ് റോഡാണ്. ഇവിടെ നിന്നാണ് ഞാൻ ബസ്സിൽ പോകാറ് സാധാരണ. ഇന്നിപ്പോൾ വണ്ടിയൊന്നുമില്ല, എല്ലാം ക്യാൻസൽഡാണ്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ. അതുകൊണ്ട് നടന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ മെയിൻ റോഡ് കണ്ടില്ലേ നിങ്ങൾ? റോഡൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് 1978-79 ഇവിടെ ഇതിന് മുമ്പ് ഇതുപോലെ സ്നോഫോൾ ഹെവി ആയിട്ട് വന്നിട്ട് നോഡ് സേ അത് നോർത്തിലുള്ള സേയൊക്കെ അവരെ അത്യാവശ്യം മരവിച്ച് പോയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെ വന്നേക്കണത്. അപ്പോൾ ഇവിടുത്തെ ന്യൂസിലൊക്കെ ഫുള്ള് ഇതാണിപ്പോൾ. അതുപോലത്തെ ഒരു സ്നോ സ്റ്റോം ആകുമോ ഇത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ. പിന്നെ അത്യാവശ്യം ഒരു എമർജൻസി വന്നാൽ എന്തൊക്കെ ചെയ്യണം അതിനുള്ള കാര്യങ്ങൾ, ഒരു 3-4 ദിവസത്തേക്കുള്ള ഭക്ഷണം കരുതി വെക്കണം. പിന്നെ മൊബൈലും ടാബ്ലറ്റ്സൊക്കെ എപ്പോഴും ചാർജ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബസ്സും ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് ഇവിടുത്തെ ആൾക്കാരുടെ സേഫ്റ്റിക്ക് കൂടി വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ തന്നെ രാവിലെ ഞാൻ ഓസ്നാബ്രൂക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അവിടെ ഒരു വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചു, അതിൻ്റെ ന്യൂസ് കണ്ടിരുന്നു. അങ്ങനെ കൈയൊക്കെ ഇപ്പം അത്യാവശ്യം ഒന്ന് മരവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരം ഞാൻ ക്യാമറ പിടിച്ചോണ്ടേ കൈ പോയി തുടങ്ങി. ഇതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. മഞ്ഞ് ഒരു ഫണ്ണാണ്. കാര്യം ഈ ഫണ്ട് നാളെ ഉണ്ടാവും, നാളെ ആകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. നാളെ ആകുമ്പോൾ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നോക്കാം നമുക്ക്. ഇവിടെ ഒരു ബോൾട്ട് ഇരിപ്പുണ്ട്, തണുത്ത് മരവിച്ച്.
ഓടിക്കാൻ പറ്റില്ല. വണ്ടികളുടെയൊക്കെ അവസ്ഥ ദേ. ഈ റോയിലുള്ള വീടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലൊരു വീട് ഭാവിയിൽ ഇവിടെ വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമെന്നറിയില്ല. റിച്ച് ആൾക്കാരുടെ വീടുകളായിരിക്കും. നല്ല നല്ല രസമുണ്ട്. പണ്ട് സിനിമകളൊക്കെ കണ്ടപ്പോൾ കണ്ട ഒരു വ്യൂസ് പോലെ സിനിമയിൽ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെയാണോ നമ്മൾ പണ്ട് ഇതൊക്കെ കാണുന്നത്. ഹോം അലോൺ അങ്ങനെയുള്ള സിനിമകളൊക്കെ. മഞ്ഞ് കോരുന്ന മറ്റേ വണ്ടി വരുന്നുണ്ട്. റോഡ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്നോ സ്റ്റോമിൽ ജർമ്മനിയിൽ എൻ്റെ ഒരു ദിവസത്തെ ഒരു ഡേ ഫുള്ളുണ്ടാവില്ല. ഞാൻ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മുഴുവൻ കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രസ്സ് ഇട്ടത് അധികം കൂടിപ്പോയതാണ്, അല്ലെങ്കിൽ ഇനി അധികം നടന്നിട്ടാണെന്നറിയില്ല. ചൂടെടുക്കണം എനിക്ക്. എന്താണെന്നറിയില്ല, ചൂടെടുക്കണ്. തടിയുമൊക്കെ മഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും ഈ ചാനൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് ഓൾറെഡി ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്തു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചാനലിൽ. ഇപ്പം ഞാൻ നിലവിൽ ഓൾഡൻബുർഗിലാണ്, നോർത്തിലാണ്. ബ്രേമൻ അറിയാമായിരിക്കും എല്ലാവർക്കും, അതിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ അതെ, ഹൗസ് ബിൽഡിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലീക്ക് ഹൗസ് ബിൽഡിങ്. അതിനെക്കുറിച്ച് ഉള്ള വീഡിയോസൊന്നും അങ്ങനെ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഓൾറെഡി ഒരുപാട് മലയാളി കുട്ടികളിവിടെ ചെയ്യുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം, അറിയാലോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടോ കമൻറ്റിൽ, ഞാൻ റിപ്ലൈ തരും. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ, അതായത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു മെയിൻ ഒരു കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഉണ്ട് ഇവിടെ. നെറ്റോ, സൂപ്പർ മാർക്കറ്റ്, ജിമ്മ്, പിന്നെ പിസ്സ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ എപ്പോഴും ഞാൻ വരാറ് പർച്ചേസിന് കാര്യങ്ങളൊക്കെ. ഞാൻ ജിമ്മിലേക്കുള്ള വഴി അടുത്തോണ്ടിരിക്കുകയാണ്. ജിം അടുത്തായി. ജിമ്മെത്തി ഗൈസ്. ബെനഫിറ്റ് ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒട്ടും തിരക്കുണ്ടാവില്ല ജിമ്മിൽ. കാരണം ഇവിടെ സൈക്കിളൊക്കെ കണ്ട ആകെ 10 സൈക്കിളുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ ജിമ്മിൽ കയറുകയാണ്. ഇനി ജിമ്മ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പോൾ ജിമ്മ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ വലിയ മസിൽമാനൊന്നും അല്ല കേട്ടോ, തുടക്കക്കാരനാണ്. ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വരുന്നുള്ളത്. അപ്പോൾ മഞ്ഞ് വീഴ്ചയ്ക്ക് ഇപ്പോൾ ചെറിയൊരു ശമനമുണ്ട്, പക്ഷേ നല്ല തണുപ്പുണ്ട്. ഓക്കെ, കടയിൽ പോകണം, സാധനങ്ങൾ മേടിക്കണം. നാളത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇപ്പോൾ വീണ്ടും നെറ്റോയിലേക്ക് വന്നു. ഈ നെറ്റോ ഞാൻ ഇപ്പോൾ പല പ്രാവശ്യം കാണിക്കുന്നു. ഞാൻ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ മേടിച്ചത്. 5 ബിയർ മേടിച്ച്, ചിക്കൻ, മുട്ട, സവാള. ചെറുതായിട്ട് പണി കിട്ടി. ഞാൻ സഞ്ചി എടുക്കാണ്ടാണ് സാധനങ്ങൾ അടിക്കാൻ വന്നത്. അപ്പോൾ ഈ ജിമ്മിലെ ബാഗിൽ തന്നെയാണല്ലോ ഇട്ടേക്കണം. അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കണ്ടില്ലേ? അയ്യോ. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത്ര കുഴപ്പമൊന്നുമില്ല. സ്നോ സ്റ്റോം എന്ന് പറഞ്ഞിട്ട് സാധാ ഒരു മഞ്ഞ് വീഴ്ച, ഒരു ഹെവി ആയിട്ടുള്ളൊരു സ്നോഫോള്. ഇനി ഇപ്പോൾ സമയം 12 മണിയായി. ഇനി വൈകിട്ട് എങ്ങനെയാവുമെന്ന് അറിയില്ല. ഇതുവരെ എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നടന്നൊക്കെ പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
കണ്ടോ, വണ്ടിയൊക്കെ ഓടി തുടങ്ങുമ്പോൾ റോഡൊക്കെ അത്യാവശ്യം ക്ലിയർ ആയി തുടങ്ങി. പക്ഷേ ഇതും ഡേഞ്ചറാണ്. പക്ഷേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ഇതുവരെ. ഈ റൂട്ടിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ഇവിടെ ഞാൻ എൻ്റെ കിച്ചണിൽ നിന്നുള്ള വ്യൂ പുറത്താണ്. അപ്പം ഞാൻ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പത്രമുള്ള എന്നാ പറയാനായിട്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ. ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കേക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ കുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും വരും. നിങ്ങൾ അലുവയും വറുത്ത കായം തിന്ന. സഹദേവേട്ട് അവിടെ എന്താ സപ്ലൈ എന്ന് അറിയാമോ? ചറോട്ടയും പോപ്സും. അല്ല, പൊറോട്ടയും ചാപ്സും.